പോലും ഈ നാടിന്റെ നന്മയും ഈ സദസ്സിന്റെ വിജയവും ആഗ്രഹിച്ച് പൊതിച്ച് ആർത്തിയോടെ ആഗ്രഹത്തോടെ ഈ ജനസാഗരത്തിന് മുന്നിൽ വളരെ ക്ഷമയോടുകൂടി ഇൽമിന്റെ വേദിയെ ധന്യമാക്കിയ പൊതുപ്രവർത്തകരും പരിസര മഹലിലുള്ള സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ വന്നുപോയ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക പ്രവർത്തന മേഖലകളിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, അതിലുപരി അവരെക്കാളേറെ ആശയോടെയും ആഗ്രഹത്തോടെയും വളരെ നേരത്തെ തന്നെ ഈ മനോഹരമായ പൊന്നാനി സ്കൂൾ ഗ്രൗണ്ടിൽ നിറഞ്ഞ് കാത്തിരുന്ന എന്റെ പ്രിയമുള്ള വിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, മറ്റു പണ്ഡിതന്മാരെ, നിങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്കും വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ആമുഖമായി ഞാൻ അറിയിക്കുകയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവാധിനാഥനായ പടച്ചതമ്പുരാൻ ഈ മഹനീയ വേദിയിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ മാത്രം അള്ളാഹു ചേർത്ത് വെക്കുന്ന ഫിർദൗസിൽ ഒരു സീറ്റ്, ഒരു ഇടം കാരണക്കടലായ പടച്ചതമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തുപോയ സമസ്ത അപരാധങ്ങളും സത്താവായ പടച്ചതമ്പുരാൻ പുറത്തു തരികയും മേലിൽ പാപരഹിതമായ ഒരു ജീവിതം കാഴ്ചവെച്ച് ഈമാനിൽ മുത്തിമടുത്ത് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ സ്നേഹത്തിലും ഇഷ്ടത്തിലും പ്രേമത്തിലും ആനന്ദത്തിലും ആഹ്ലാദത്തിലും കണ്ടു രസിച്ച് മരണപ്പെടുന്നതിനുള്ള മഹാഭാഗ്യം ഈ വലിയ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് പെരുമാറട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ആദ്യമേ കുറച്ചുകൂടി കർഷക പുറകിലോട്ട് ഇട്ടിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ഫ്രണ്ടിൽ കുറേയേറെ ഇഷ്ടമായിരുന്നു. എത്രയും ചെയ്ത് കഴിയില്ല, കർഷകരെ എടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. സംഘാടകർ ശ്രമം നടത്തുന്നുണ്ടാവും, എങ്കിൽ പോലും നിൽക്കുന്നത് കാണുമ്പോൾ ഏറെ സങ്കടമുണ്ട്. ഒരുപാട് സദസ്സുകളിൽ വന്നു കണ്ടിട്ടുള്ള പൊന്നാനിയിലെ സിൽവർ ജൂബിലിയിലെ സലാമത്തുൽ ഇസ്ലാം മദ്രസയുടെ പ്രവർത്തകർ ഒരു വലിയ ചതിയാണ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇതിപ്പോ ആദ്യ പരിപാടിയൊന്നുമല്ല മലപ്പുറം ജില്ലയിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും കുറച്ച് കസേര കൂടുതൽ കരുതിയിരിക്കണമായിരുന്നു. ഉപ്പമാരൊക്കെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. ആ വിഷമം അറിയിക്കാതെ എനിക്കെന്തായാലും പ്രസംഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുമ്പോൾ വയറ് ശരിക്കുണ്ടത് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, വളരെ ശ്രദ്ധിക്കണം. ഇനി ഫ്രണ്ടിൽ ഇരിക്കുന്നത് അഭികാമ്യമല്ല എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. അതുകൊണ്ട് ഈ ഒരുപാട് പേരെ കയറ്റി വിടരുത്. ഇതാ ശരിക്കും നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും. ഈ ഭാഗത്തൊക്കെ ഇരുന്നാൽ എന്തുമാത്രം കേൾക്കാൻ കഴിയും എന്നൊന്നും എനിക്കറിയില്ല. സംഘാടകർ അവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ തന്നെ ഇരുത്താനും മറ്റും ശ്രമിക്കുക. അതിൽ ഇടപെടാൻ ഇനി എന്നെ കൊണ്ട് സാധ്യമല്ല. സമയം ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി. മാക്സിമം ഇൻഷാ അല്ലാഹ് ശ്രമിച്ചു നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വിഷയം കൂടുതൽ കേൾക്കേണ്ടത് സ്ത്രീകളാണ്. നിങ്ങൾ കേൾക്കേണ്ടെന്നല്ല, നിങ്ങൾ കേട്ടെങ്കിലേ സ്ത്രീകൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഏതായാലും ഏകദേശം സീറ്റ് ഉറപ്പാണെന്ന് തോന്നുന്നു. എങ്കിലും പുറകിൽ ഒരുപാട് സ്ത്രീകളുടെ ഭാഗത്ത് സ്ഥലക്കുറവുണ്ട്. അവരും നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സംഘാടകർ എന്തായാലും വാഴ് ഇന്നിപ്പോ കേൾക്കണമെന്നില്ല. പിന്നീട് കവലാശ്ശേരി മുക്കുച്ചാളോ കൊല്ലം ജില്ലയെ മുഹമ്മദ് ഫർഹാൻ ഇസ്ലാമിക് പബ്ലിഷൊക്കെ കാസറ്റ് ഇറക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് കാണാം. തൽക്കാലം വരുന്ന ജനങ്ങളെ ഇരുത്തുക എന്നുള്ള ബാധ്യത നിങ്ങൾക്കുള്ളതാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മൈക്ക് ഓപ്പറേറ്ററായ പ്രിയ കൂട്ടുകാരനോടൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഞാൻ ഓളിയും കൂട്ടുമ്പോൾ നിങ്ങൾ ഓളിയും കുറയ്ക്കരുത്. രണ്ട് കൈ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ജെ.സി.ബിയുടെ ഡ്രൈവർ പോലെ. അപ്പൊ അതുകൊണ്ട് അത് എല്ലായിടത്തും മൈക്ക് ഓപ്പറേറ്റർ പറഞ്ഞില്ലെങ്കിൽ എന്നറിയാം. ഞാൻ നല്ല ശബ്ദത്തിൽ നിങ്ങൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ നല്ല ശബ്ദത്തിൽ പറയുമ്പോൾ പുള്ളി പെട്ടെന്ന് കുറച്ചിരിക്കും. കുറച്ചിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല,
സംഘാടകർ ആദ്യം ഒരു റേറ്റ് പറയും, പിന്നെ ബക്കറ്റ് കളത്തിനൊക്കെ എണ്ണി നോക്കിയിട്ട് പറയും അത്രയും വേണം, കുറച്ച്. കാരണം അവർക്ക് എവിടെയെങ്കിലും പോകാൻ വന്നാൽ പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അവരവരുടെ ഡ്യൂട്ടിയുടെ വിജയത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ എനിക്ക് കുറ്റപ്പെടുത്താം. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്കത് ഞാൻ പറഞ്ഞ രീതിയിൽ ശരിയായില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രസംഗം കിട്ടൂല. ദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രഭാഷണം കൊണ്ട് ഉപയോഗമില്ലാതെ അതിന് ഉത്തരവാദിത്വം ഞാനായിരിക്കില്ല. ഞാൻ പൂർണ്ണമായി ഇൻഷാ അല്ലാഹ് പറയും. അതനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഇതിന്റെ പ്രവർത്തകർ സഹകരിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കാൻ എത്ര സൗകര്യം ഉണ്ടെങ്കിലും ഇപ്പൊ നിലത്തിരിക്കാനേ കഴിയുമെങ്കിൽ കുറച്ച് പേപ്പറോ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്താൽ ഉപകാരമായിരുന്നു. ശ്രമിച്ചു നോക്കുക, പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സംഘാടകരെ കുറ്റപ്പെടുത്തി എന്ന് പറയരുത്. ഇന്നലെ നമ്മൾ കുറെ പേപ്പറൊക്കെ കൊടുത്തപ്പോ സംഘാടകർക്ക് ഇപ്പൊ രാവിലെ സമയത്ത് സ്കൂൾ ഗ്രൗണ്ടല്ലേ, നമ്മളിപ്പോ വിചാരിക്കുന്ന പോലെ വൃത്തിയാക്കി കൊടുക്കുക. ഇത്രയും വിശാലമായ ഗ്രൗണ്ട് 10 സംഘാടകർ നടന്നാൽ ചിലപ്പോ വൃത്തിയാകണമെന്നില്ല. കുറെയൊക്കെ പൂഴിയാണ്. മാക്സിമം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻഷാല്ലെങ്കിലും വലിയ നികഷ്ടതകളൊന്നും ഉണ്ടാവില്ല. ഇരിക്കാൻ കഴിയുമെങ്കിൽ ഇരുന്ന് സഹകരിക്കുക. പിന്നെ എനിക്കെന്തായാലും അത്രേ പറയാൻ കഴിയൂ. കാരണം നിങ്ങൾക്കൊരു സൗകര്യം ഒരുക്കി തരാതെ നിങ്ങളോട് ഇരിക്കാൻ പറയുന്നത് ശരിയല്ല. എങ്കിലും ഞാൻ എന്റെ ഒരു മര്യാദയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്ന വിഷയം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നതിനുള്ള മഹാഭാഗ്യം അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സാധാരണ ഈ വിനീതന്റെ ഇസ്ലാമിക പ്രഭാഷണ വിഷയങ്ങളിൽ ഇന്ത്യയെന്നല്ല കേരളത്തിലെ ഒട്ടുമിക്ക പ്രഭാഷകന്മാരുടെയും വിഷയങ്ങളിൽ ഏത് വിഷയം അവർ ചർച്ച ചെയ്താലും ആ വിഷയത്തിന്റെ സമാപനം അല്ലെങ്കിൽ അതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു 5 or 10 മിനിറ്റ് 15 or 20 മിനിറ്റ് സ്ത്രീകളെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന കുറെ വിഷയങ്ങൾ കാര്യഗൗരവത്തോടുകൂടി അവതരിപ്പിക്കുന്നത് പതിവാണ്. അത് വേറൊന്നും കൊണ്ടല്ല, 2 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്യുന്ന ആ വിഷയം ഒരു മുസ്ലിം കുടുംബത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ, ഒരു മുസ്ലിം കുടുംബത്തിൽ സജീവമാകണമെങ്കിൽ ഏറ്റവും അധികം അതിന് ശ്രമം നടത്തേണ്ടത് ഒരു മുസ്ലിം പെണ്ണുകൂടിയാണ്. പെണ്ണെന്ന് പറയുന്നത് കുടുംബത്തിന്റെ വിളക്കാണ്, ജീവിതത്തിന്റെ സന്തോഷമാണ്, പുരുഷന്മാരുടെ മനസ്സിന്റെ ആഹ്ലാദമാണ്, ഒരു നാടിന്റെ അലങ്കാരമാണ്, സ്വന്തം കുടുംബത്തിന്റെ ആദർശത്തിന്റെ സൂര്യപ്രഭയാണ്. അതിലൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, അങ്ങനെയുള്ള ഓരോ വിഷയത്തിനിടയ്ക്ക് 5 or 10 മിനിറ്റും പറയുക എന്ന ശൈലി മാറ്റിയിട്ട് കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക കൊടുത്താൽ തന്റെ കഴുത്തിൽ മാറിടത്തിന് മുകളിൽ കിടക്കുന്ന ഭാരമുള്ള സ്വർണ്ണത്താലി പോലും വലിച്ചു പൊട്ടിച്ച് അനാഥ മക്കൾക്ക് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മറങ്ങന്മാർക്ക് വേണ്ടി ഓരോ ഇൽമിന്റെ വേദിയിലും സമാപനം ദുആ ചെയ്യുമ്പോ പുരുഷന്മാരെക്കാളേറെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീരിന്റെ പേമാരി പ്രേരിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്ത് കരഞ്ഞ് നിലവിളിക്കുന്ന നൂറുകണക്കായ സഹോദരിമാർക്ക് വേണ്ടി ഏത് കാസറ്റിറങ്ങിയാലും അത് കഴിയുമ്പോൾ പുതിയ ഒരു പ്രഭാഷണ സീഡിക്ക് വേണ്ടി കാത്തിരുന്ന് വീട്ടിന്റെ അകത്ത് കണ്ട് സ്വലാത്തിലൂടെ ദിക്റിലൂടെ ആത്മീയതയുടെ ചിറകേന്തിയിട്ട് മദീനയുടെ ചാരത്തേക്ക് പറന്നു പോകാൻ വരെ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ആ ഭാഗ്യം കൊതിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി, എന്റെ പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും ഈ ലോകത്തിന്റെ മണ്ണിൽ നിന്ന് വിട പറഞ്ഞ് ബർസഖെന്ന് പറയുന്ന ലോകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നരകത്തിന്റെ തീച്ചുറപ്പിച്ചു പോകുന്ന ഒരു പെണ്ണായി പൊന്നാനിയുടെ പരിസരത്തുള്ള സഹോദരിമാര് മാറാതിരിക്കാനാണ് സ്ത്രീ വിചാരണ ചെയ്യപ്പെടുമ്പോലെന്ന മഹത്തരമായ വിഷയം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ആ വിഷയം മാത്രം ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ട് ചോദിച്ചാൽ, തിരുവനന്തപുരം മുതൽ മലബാർ വരെ യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ ഇരു ഭാഗങ്ങളിലായി എന്റെ പ്രിയമുള്ളവരെ കടകളുടെ
ഫ്രണ്ടുകളിലായി 4 വശങ്ങളിലും നിറച്ചിരിക്കുന്ന ഫുട്ബോളുകൾ പരിശോധിക്കുമ്പോൾ പട്ടുപാവാടയുടെയും പട്ടുവളയുടെയും പട്ടുസാരിയുടെയും എന്തിനേറെ കാലിൽ ധരിക്കുന്ന ചെരുപ്പിന്റെയും കയ്യിലടിയുന്ന വാച്ചിന്റെയും എന്തിനേറെ തലയിൽ തൊടുന്ന കുറിക്ക് വരെ പരസ്യം കൊടുക്കാൻ കേരളത്തിലെ ഏറ്റവും നല്ല സഹോദരിമാരെ, തൊലിവെളുപ്പുള്ള സഹോദരിമാരെ അവരുടെ ശരീരത്തിന്റെ ചില നഗ്നതകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരുക്കി നിർത്തുമ്പോ ജനലക്ഷങ്ങളുടെ കണ്ണുകൾ മുഴുവനുമാ മനോഹരമായ പിക്ചറിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീയെന്ന് പറയുന്ന വർഗത്തെ അതിനുവേണ്ടി മാത്രം മാറ്റപ്പെടാനുള്ളതല്ല എന്നൊരു മറുപടി തരാൻ ഈ വിഷയത്തിലൂടെ മനസ്സുകൊണ്ട്